ഇല്ലില്ല, ഒരു എക്സ്ക്യൂസും വേണ്ട മാഡം. ഇടിച്ചവന്റെ കൂമ്പ് കാട്ടിയേക്ക്. ഭാര്യമാര് ഉപദ്രവിക്കുന്നമാർക്ക് ഇതൊരു പാഠമായിരിക്കണം. വേണ്ട. ഹലോ, ഒന്നിന്ന്. എന്താ സുധേ? മാഡം ഞാൻ വിളിക്കാം കേട്ടോ, പിന്നെ വിളിക്കാം. ശരി, ഓക്കെ, ബൈ. നിങ്ങൾ ഇവിടെ പോയതായിരുന്നു? ഞാൻ പുറത്തൊരു ആളെ കാണാണ്ടായിരുന്നു. കഴിഞ്ഞ മാസം റെന്റ് കൊടുത്തില്ലേ ഓഫീസ് സ്പേസിന്റെ? അത് 1-2 കക്ഷികൾ പൈസ തരാണ്ടായിരുന്നു. അപ്പൊ കിട്ടിയ ഉടനെ കൊടുത്തോളാം. ഇനി കൊടുക്കണ്ട, ഞാൻ കൊടുത്തിട്ടുണ്ട്. അയ്യോ, കൊടുത്തോ? കൊടുത്തു. ഞാൻ ആ ഫീസ് കിട്ടുമ്പോ തിരിച്ചു തന്നേക്കാം. ഇനി തരുമൊന്നും വേണ്ട. നാളെ തന്നെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തേക്ക്. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ ഇവിടെ. അയ്യോ, ഇവിടേക്കോ? എന്താ, ഇവിടെ ഒരു മുറിയില്ലേ? ആ മുറി നമുക്ക് ഓഫീസായിട്ടോ യൂസ് ചെയ്യാന്നേ. എന്റെ ക്ലയൻസിനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ ആകപ്പാടെ 4-3-7 ക്ലയൻസും ഉണ്ട്. അവർക്ക് ഇതൊക്കെ ആവശ്യമുള്ളൂ. നാളെ തന്നെ ഷിഫ്റ്റ് ചെയ്തേക്ക്. ശരി, സുധ പറഞ്ഞ പോലെ ചെയ്യാം. പുതിയ കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഓഫീസിന് തന്നെ ആവശ്യമുണ്ടോ? കിട്ടിയാ നന്നായിരുന്നു. എന്നാ തൽക്കാലം നിങ്ങൾ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യേ. ഓ ശരി. പിന്നെ നിങ്ങളെപ്പറ്റി വേറെ കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നേ. എന്തോന്ന്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ അന്വേഷിക്കുന്നുണ്ട് അതിനെപ്പറ്റി. വല്ല അറിയട്ടെ. അതെന്ത് കാര്യം ദൈവമേ? ഇനി ശരിക്കും ഇവൾക്ക് ഞാൻ അറിയാത്ത വല്ല പാസ്റ്റ് വല്ലതും ഉണ്ടാവോ? അങ്ങനെ എനിക്കത് കണ്ടുപിടിക്കണമല്ലോ. അബി, എന്താ വെള്ളിച്ചിന് ഇത് എന്താ കാണിക്കുന്നേ? വാ നോക്കാം. ഹിന്ദി പാട്ടാ? ഹലോ, മോഹനേട്ടനോ? മോഹനേട്ടൻ പുറത്തു പോയിരിക്കുക. വരുന്ന കാര്യോ? വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒന്ന് പോവമ്മ. ഓ, അമ്മയായിരുന്നാ? വരാനിരുന്നപ്പോഴല്ലേ കൊച്ചു വീണ് കാല് വയ്യാതിരിക്കുന്നത്. ഞാൻ വരാം. പിള്ളേരൊക്കെ താഴെയുണ്ട്. എനിക്ക് ഇച്ചിരി പണിയുണ്ട്. ഞാൻ എന്നാ ഇത് കഴിഞ്ഞ് വിളിക്കാം അമ്മ. ശരി. എന്ത്? ഞാൻ ഇവിടെ വെറുതെ നിൽക്കണൂടെ? ഫോളോ ചെയ്യുന്നുണ്ടാ? ഫോളോ ചെയ്യടാ. എന്തിന്? അല്ല, നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? താഴ്ത്തു വരുന്ന കളിച്ചേ. എനിക്ക് ആ മാളൂൻ്റെ കൂടെ പോയി അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചാണ്. നിങ്ങൾ നേരത്തെ എവിടെ പോയതാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, എന്താ നിന്റെ രാവിലത്തെ മൂഡ് ഓഫ് ഒക്കെ മാറിയാ? എനിക്ക് മൂഡ് ഓഫ് ഒന്നും ഇല്ലായിരുന്നു. അമ്മ, അച്ഛൻ അമ്മയുടെ പുറകെ നടക്കുന്നേ. നീ എന്തൊക്കെയാ ഈ പറയണത്? സത്യല്ലേ? എന്ത് സത്യം? നിങ്ങൾ ഇവിടെ എന്താ കാര്യം? പോയി താഴ്ത്തു വരുന്ന കളിക്കാൻ നോക്കിയേ. വാണിയമ്മ ഞങ്ങൾ താഴെ വെച്ച് കണ്ടതാ. വെള്ളിച്ചൻ വാണിയമ്മ ഒളിച്ചും പാത്തും ഫോളോ ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? ശരി, ഇപ്പൊ എന്നോട് വെക്കണം എന്താ കാര്യം ഒന്ന്? രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആയിട്ട് മുഖം വെറുപ്പിച്ച് നടക്കായിരുന്നല്ല. എന്നിട്ട് ഇപ്പൊ എന്നോട് വെക്കണം എന്താ കാര്യം? അതായിരുന്ന കാര്യം. അബി, ദേവു, മക്കള് താഴെ ചെന്നിരിക്കും. ചെല്ല്. ഞങ്ങൾക്കും കാര്യം അറിയണം. പിന്നെ ഞങ്ങൾക്കും കാര്യം അറിയണം. ചെന്ന് താഴെ ഇരടാ. കിന്നിരിക്കാൻ നിൽക്കുന്നു. തന്നെ വേണോ? ചെല്ലടാ, പോയിരി. വാ ദേവു, കാര്യം കഴിഞ്ഞപ്പോ നമ്മൾ പുറത്ത്. പുറത്തു പോകണ്ട, നല്ല വെയിൽ, അകത്തിരുന്നാ മതി കേട്ടാ. ശരി. ഇനി പറ, നീ രാവിലെ തൊട്ട് മൂഡ് ഓഫ് ആണല്ലോ. നിനക്ക് ഞാൻ അറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? രഹസ്യോ? നിങ്ങൾക്കല്ലേ രഹസ്യം മുഴുവനുള്ളത്. എനിക്കെന്ത് രഹസ്യം? എനിക്ക് രഹസ്യമൊന്നുമില്ല. നിങ്ങൾ എന്നോട് എനിക്ക് വല്ല രഹസ്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്റെ മുഖത്ത് വല്ല ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ കിടന്ന് പരിഭ്രമിക്കുകയാണല്ലോ. അപ്പൊ ആർക്കാ രഹസ്യം? അല്ലെങ്കിലും ഉത്തരം മുട്ടിക്കുന്നതിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ.